മൂന്നാമത്തെ കാര്യം, സ്വന്തം വിദ്വേഷം ന്യായീകരിക്കാൻ തീവ്രവാദത്തിന് കുടപിടിക്കുന്ന ഗതികേടിലാണ് ഈ സംഘികൾ ഉള്ളത് എന്നതാണ്. ഇവരുടെ വാദത്തിലെ ഏറ്റവും ഭയാനകവും ആപത്കരവുമായ വശം ഇതാണ്. സുവിശേഷം അറിയിക്കുന്ന ക്രിസ്ത്യാനികളോടുള്ള ഒടുങ്ങാത്ത വിരോധം സംഘികളെ എത്രത്തോളം അന്ധരാക്കിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ആ കമൻറ്റ്. ക്രിസ്ത്യാനികളെ എതിർക്കാൻ വേണ്ടി സംഘികൾ അറിഞ്ഞോ അറിയാതെയോ ലോകം മുഴുവനും വെറുക്കുന്ന ഇസ്ലാമിക ഭീകരവാദത്തിന് സൈദ്ധാന്തികമായ അംഗീകാരം നൽകുകയാണ്. ഇതിലെ വിരോധാഭാസവും അപകടവും എന്താണെന്ന് നമുക്ക് നോക്കാം. സംഘികളുടെ പ്രശ്നം ക്രിസ്ത്യാനികളോടുള്ള വിദ്വേഷമാണ്. എല്ലാ ക്രിസ്ത്യാനികളോടുമല്ല, സുവിശേഷം അറിയിക്കുന്ന ക്രിസ്ത്യാനികളോടുള്ള വിദ്വേഷമാണ്. ആ വിദ്വേഷം എത്രത്തോളം വലുതാണെന്ന് വെച്ചാൽ, ക്രിസ്ത്യാനികൾക്ക് ഭരണഘടന നൽകുന്ന സുവിശേഷം പറയാനുള്ള അവകാശത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും സംഘികൾ തയ്യാറാണെന്ന്